ഇ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് കാർ വാടകയ്ക്ക് നൽകുന്ന അനർട്ട് പദ്ധതി പാളുന്നു. വൈദ്യുതി മന്ത്രിക്ക് കീഴിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പ് തന്നെ പദ്ധതിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. പദ്ധതി ലാഭകരമല്ലെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്സിന്റെ വാദം. തിരുവനന്തപുരത്ത് ഉപയോഗത്തിന് നൽകിയ ഇലക്ട്രിക് കാർ 4 മാസമായി കട്ടപ്പുറത്ത്. കാറിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വാടകയ്ക്കെടുക്കുന്ന ഈ പദ്ധതി പാളുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ വകുപ്പിനുള്ളിൽ തന്നെ ഈ വിധത്തിലുള്ള പരാതികൾ ഉയരുന്നു എന്ന് പറയുമ്പോൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ്? ഇതിലെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? നമുക്ക് ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 3-4 മാസമായി കട്ടപ്പുറത്തിരിക്കുന്ന വാഹനം. അതായത് 2021 ഇ മൊബിലിറ്റി പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയും സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതുവരെ സർക്കാർ വകുപ്പുകളിൽ പുറത്തുനിന്ന് ടാക്സി വാടകയ്ക്ക് എടുത്തായിരുന്നു ഓടിയിരുന്നത്. എന്നാൽ അതിനുവേണ്ടി ഒരു നോഡൽ ഏജൻസിയായിട്ട് അനർട്ടിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അനർട്ടാണ് ഇത്തരത്തിൽ സർക്കാർ വകുപ്പുകൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ വിതരണം ചെയ്തിരുന്നത്. പക്ഷേ നിലവിൽ ഈ അനർട്ട് എന്ന് പറയുന്നതും വൈദ്യുതി മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് തന്നെയാണ്. ഒപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റും വൈദ്യുതി മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് തന്നെയാണ്. അവരുടെ വാഹനമാണ് ഈ രീതിയിൽ കട്ടപ്പുറത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ മൊബിലിറ്റിയുടെ ഭാഗമായി നൽകിയ വാഹനങ്ങൾ അത് പ്രായോഗികമല്ല, അതിന് വലിയ നഷ്ടം നേരിടുന്നു. അതായത് അവർ അയച്ച കത്ത് പ്രകാരം അവർ നിരത്തിയ കണക്ക് പ്രകാരമാണ് ഒരു മാസം ഏകദേശം 62,000 രൂപയാണ് ഇലക്ട്രിസിറ്റി അടക്കം ഈ വാഹനത്തിന് ചെലവാകുന്നത്. അതുകൂടാതെ ഓരോ വർഷം കഴിയുന്തോറുമുള്ള സർവീസ് കോസ്റ്റ് വേറെ. ഒപ്പം എന്നാൽ നമ്മൾ പുറത്തു നിന്ന് ഒരു ഡീസൽ വാഹനം ലീസിന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഒരു മാസം 40,000 രൂപയ്ക്ക് ഡ്രൈവർ ഉൾപ്പെടെ സർവീസ് നടത്താനാകും. നിലവിൽ ഈ വാഹനം ഇങ്ങനെ കിടക്കാൻ കാരണം ഇതിൻ്റെ AC തകരാറിലായിട്ട് ശേഷം AC പുനഃസ്ഥാപിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിന് ഏകദേശം 1.25 ലക്ഷം രൂപ വേണമെന്നാണ് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. ഈ രീതിയിൽ സർക്കാർ സംവിധാനം വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഈ മൊബിലിറ്റി പദ്ധതി ആരംഭിക്കുന്നു. പക്ഷേ അത് ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ പാളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പും ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ അടുത്ത് 20 ഡീസൽ വാഹനങ്ങൾ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഏകദേശം 17 ലക്ഷം രൂപയാണ് ഒരു വാഹനത്തിന്റെ വില. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിന്റെ കണക്ക് പ്രകാരം ഒരു വർഷം 7,51,000 രൂപ ഇതിന്റെ വാടക ഇനത്തിൽ മാത്രം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ ചിലവായി മാത്രം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നാണ് അവരുടെ കണക്കിൽ പറയുന്നത്. ഈ രീതിയിൽ ഏകദേശം 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരുന്ന തരത്തിലുള്ള റേഞ്ച്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒറ്റ ചാർജിൽ കിട്ടാവുന്ന റേഞ്ച് അത് കിട്ടുന്നില്ല. 2, ഇത് ഏതെങ്കിലും രീതിയിൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് കൃത്യമായി സർവീസ് ചെയ്തിടാൻ കൃത്യമായി ടെക്നീഷ്യന്മാരില്ല. അത്തരത്തിൽ ഒരു പ്രശ്നം കൂടിയാണ് ഈ വാഹനം ഇങ്ങനെ കിടക്കാൻ കാരണം. ഇത്തരത്തിൽ കൃത്യമായി സർവീസ് ഈ വാഹനത്തിന് കിട്ടുന്നില്ല. സർവീസ് തന്നെ വലിയ തുകയാണ്. സാധാരണ ഒരു AC തകരാറിലായപ്പോൾ 1.25 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ വാഹനത്തിന് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. അതിനു മുൻപ് ഒരുപക്ഷെ ഇതിന്റെ വാറണ്ടി 3 വർഷമാണ് പുതിയ വാഹനം വാങ്ങിയപ്പോൾ വാറണ്ടി ഉണ്ടായിരുന്നത്. ആ 3 വർഷം എന്നുള്ളത് വാറണ്ടി പുതുക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തുക ലാഭിക്കാമായിരുന്നു. വാറണ്ടി പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അനർട്ട് അതിന് തയ്യാറായിട്ടില്ല എന്നാണ് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ കത്തിൽ പറയുന്നത്. എന്തായാലും ഇതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ കഥയല്ല. നമ്മൾ ഈ വാഹനം കട്ടപ്പുറത്തായതുകൊണ്ടാണ് ഇതിന്റെ മുന്നിൽ നിന്ന് ലൈവ് ചെയ്യുന്നത്. പക്ഷേ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഇതിന് സമാനമായി കോട്ടയത്ത് ഒരു വാഹനം അപകടം പറ്റി കിടപ്പുണ്ട്. അതും മാസങ്ങളായി കട്ടപ്പുറത്താണ്. ഇത്തരത്തിൽ 3 വർഷമാകുമ്പോൾ തന്നെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് വാങ്ങിയ വാഹനം, പണം നൽകി വാങ്ങിയ വാഹനം ഇതേ രീതിയിൽ നശിപ്പിച്ച് കളയുന്നു. ഇതിന്റെ ടയറെല്ലാം പഞ്ചറായ സ്ഥിതിയാണ്. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ടയർ പഞ്ചറായി കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് ദിവസം കൂടി ഇതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ 4 ടയറുകളും നശിക്കും. ആ രീതിയിൽ ഓരോ ഭാഗങ്ങളായി നശിച്ചു പോകും. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. അതായത് ഇത് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ തന്നെ നേരത്തെ ഇട്ട 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ എന്നുള്ളത് അതിന് കൂടുതൽ ചെലവാക്കേണ്ട അവസ്ഥ വരും. എന്തായാലും ഈ മൊബിലിറ്റി പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു. അത് മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇത്തരത്തിൽ ഫോസിൽ ഇന്ധനങ്ങളെ തുടർന്നുണ്ടാകുന്ന മലിനീകരണം, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കുക എന്നുള്ള വലിയ മഹത്തായ ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഈ മൊബിലിറ്റി പദ്ധതി. പക്ഷേ ആ പദ്ധതി പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഈ രീതിയിൽ തകരുന്നു. ഇത്തരത്തിൽ അതിൻ്റെ നടത്തിപ്പ് ഏജൻസിയെ അനർട്ട് വൈദ്യുതി മന്ത്രിയുടെ കീഴിലാണ്. ഒപ്പം അതേ മന്ത്രിയുടെ കീഴിലുള്ള മറ്റൊരു വകുപ്പ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് പറയുന്നു. അത് നിരന്തരമായി
കത്തയക്കുന്നു. പക്ഷേ ഇതാണ് ഇത്തരത്തിൽ ആ കത്തിനൊന്നും ഒരു മറുപടി ശരി, നൽകാത്തതിന്റെ വൈദ്യുതി ഒരു വകുപ്പിന് പരിണിത ഫലം. കീഴിലുള്ള അവർ തന്നെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.